നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൽ എംബാപ്പെ വേറെ ലെവൽ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എംബാപ്പയ്ക്ക് മുന്നിൽ ഇന്നലെ ഫ്രാൻസിൻ്റെ കോച്ച് ദിദിയർ ദഷാം വണങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ, ഇങ്ങനെ ബൗ ചെയ്യുന്ന കാഴ്ച. എംബാപ്പെ അതാണ്. ഈ വേൾഡ് കപ്പ് ചരിത്രത്തിൽ എംബാപ്പെ അതാണ്. ഇപ്പോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളടിച്ച റെക്കോർഡ് മെസ്സിക്കാണെങ്കിൽ തൊട്ട് പിന്നാലെ എംബാപ്പയുണ്ട്. സമീപ ഭാവിയിൽ അത് എംബാപ്പയ്ക്കുള്ള റെക്കോർഡാണ്. ഒരു സംശയം അക്കാര്യത്ത് വേണ്ട. വേൾഡ് കപ്പിലെ റെക്കോർഡുകൾ ഒന്നൊന്നായിട്ട് തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി അദ്ദേഹം വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട് 2018. 27 വയസ്സ് എംബാപ്പയ്ക്കുള്ളൂ. വേൾഡ് കപ്പിൽ എംബാപ്പയുടെ പേര് ചരിത്രത്തിൽ വെട്ടിത്തിളങ്ങി നിൽക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇപ്പോൾ ഈ വേൾഡ് കപ്പ് തന്നെ 6 ഗോളുകൾ അദ്ദേഹം നേടിക്കഴിഞ്ഞു. 6 ഗോളുകൾ. ലിയോ മെസ്സിക്കും 6 ഗോളുകളാണുള്ളത്. ഇപ്പോൾ ഇന്നലത്തെ കളിയിൽ അദ്ദേഹത്തിൻ്റെ വക ഇരട്ട ഗോളുകൾ കൂടി വന്നതോടെ വളരെ അനായാസം ടീം സ്വീഡനെ മറികടക്കുന്ന കാഴ്ച കണ്ടു. അപ്പോൾ എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ക്ലോസയെ മറികടന്നു. വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിലെ സെക്കൻഡ് ഹയസ്റ്റ് ഗോൾ സ്കോററാണ്. 18 മത്സരങ്ങളാണ് അദ്ദേഹം വേൾഡ് കപ്പ് കളിച്ചത്. 18 ഗോളുകൾ നേടിക്കഴിഞ്ഞു. അവിടെയാണ് ആ വ്യത്യാസം. മെസ്സിക്ക് 19 ഗോളുകളാണുള്ളത്. തീർച്ചയായിട്ടും ഇവർ തമ്മിലുള്ള പോരാട്ടം തുടരും. മെസ്സി എംബാപ്പെ പോരാട്ടം തുടരും എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. ഇനി എംബാപ്പയുടെ മറ്റൊരു റെക്കോർഡ്, 7 മത്സരങ്ങളിൽ ഒന്നിലധികം ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അത് റെക്കോർഡാണ്. ഇത്രയധികം വേൾഡ് കപ്പ് മത്സരങ്ങളിൽ ഒന്നിലധികം ഗോളുകൾ നേടിയ മറ്റൊരു താരമില്ല. 2018 റൗണ്ട് ഓഫ് 16 മത്സരത്തിൽ അർജൻറ്റീനയ്ക്കെതിരെ ഇരട്ട ഗോളുകൾ. 2022 ഗ്രൂപ്പ് സ്റ്റേജിൽ ഡെൻമാർക്കിനെതിരെ 2 ഗോളുകൾ. 2022 റൗണ്ട് ഓഫ് 16 പോളണ്ടിനെതിരെ ഇരട്ട ഗോളുകൾ. 2022 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അർജൻറ്റീനയ്ക്കെതിരെ ഹാട്രിക്ക്. 2026 ഗ്രൂപ്പ് സ്റ്റേജിൽ സെനഗലിനെതിരെ ഇരട്ട ഗോളുകൾ. 2026 ഗ്രൂപ്പ് സ്റ്റേജിൽ ഇറാഖിനെതിരെ ഇരട്ട ഗോളുകൾ. 2026 റൗണ്ട് ഓഫ് 32 സ്വീഡനെതിരെ ഇരട്ട ഗോളുകൾ. ഇത് അദ്ദേഹത്തിൻ്റെ 7th മൾട്ടി ഗോൾ ഗെയിമാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ പേരിലുള്ള റെക്കോർഡായിരുന്നു. അത് അദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്നർത്ഥം. മറ്റൊരു താരത്തിനും ഇത്രയധികം മത്സരങ്ങളിൽ വേൾഡ് കപ്പിൽ 2 ഗോളുകളോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നേടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 18 വേൾഡ് കപ്പ് ഗെയിമുകൾ 18 ഗോളുകൾ എന്ന് പറയുമ്പോൾ സൂപ്പർ കിലിയൻ എന്ന് പറയണം. സൂപ്പർമാൻ എന്നൊക്കെ പറയുന്ന പോലെ സൂപ്പർ കിലിയൻ എന്ന് പറയേണ്ട തരത്തിലുള്ള പെർഫോമൻസാണ്. ഇനി മറ്റൊരു കണക്കൂടി നോക്കുക. നോക്കൗട്ട് സ്റ്റേജിൽ ചിലർക്കൊക്കെ ഗോളടിക്കാൻ പാടാ, നമുക്കറിയാലോ അത്. എന്നാൽ എംബാപ്പയ്ക്ക് അങ്ങനെയല്ല. വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ നോക്കൗട്ടിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമെന്ന റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കുന്നു. 10 ഗോളുകളായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ നോക്കൗട്ടിൽ മാത്രം. സാക്ഷാൽ റൊണാൾഡോ ഫെനോമിനോയെയും അതുപോലെ ലിയോണിഡാസിനെയും, ബ്രസീലിലെ മറ്റൊരു ഇതിഹാസം ലിയോണിഡാസിനെയുമാണ് അദ്ദേഹം മറികടന്നിരിക്കുന്നത്. അവർക്ക് 9 ഗോളുകളാണ് നോക്കൗട്ട് സ്റ്റേജിലുള്ളത്. ഏതായാലും എംബാപ്പെ ഞെട്ടിക്കുകയാണ്. ലോക ഫുട്ബോളിൽ പ്രത്യേകിച്ച് വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ തകരാത്ത റെക്കോർഡുകളില്ല ഗോളടിയുടെ കാര്യത്തിൽ എന്നതാണ് ഇപ്പോൾ